മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കുർബാത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, മുസീബാത്തുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനുള്ള ഒരു വഴി, ഒരു ദുആ പറഞ്ഞു തരുന്നുണ്ട്. അലിയാർ തങ്ങൾ സ്വന്തം കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല, മറിച്ച് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ്. ഏതാണ് ആ പവർഫുള്ളായ ദുആ എന്ന് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ശിദ്ദത്തുകൾ, കുർബാത്തുകളിലൊക്കെ പെട്ടുപോകുന്നവരാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് പല മാർഗങ്ങളും തേടുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. പല വഴിയിലൂടെയും മാർഗങ്ങൾ തേടുന്നവരാണ്. എന്നാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചെന്ന ഈ പവർഫുള്ളായ ദുആ ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ അവർക്ക് ഈ കുർബാത്തുകൾ, ഇടങ്ങേറുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്നതാണ്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി കിട്ടുന്നതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പോലും റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഏതാണ് ആ പവർഫുള്ളായ ദുആ എന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് എന്നും എത്ര എണ്ണം ചൊല്ലണം, എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിലൊന്ന് കേൾക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. ഒന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഖൈറും ബറകാത്തുകളും റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ച് പല വിഷമങ്ങളും പറയുന്നവരുണ്ട്, പല സങ്കടങ്ങളും പറയുന്നവരുണ്ട്. കുടുംബ പ്രശ്നമായി കഴിയുന്ന ഒരുപാട് ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഷയങ്ങളായി കഴിയുന്നവർ, കുടുംബാദികൾക്കിടയിൽ പ്രശ്നമായി കഴിയുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സന്തോഷിക്കേണ്ട സകല മേഖലകളിലും പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ, അതായത് സന്തോഷം പങ്കിടേണ്ട സ്ഥലങ്ങളിലൊക്കെ സങ്കടത്തിലായി കഴിയുന്ന ആളുകൾ, അത്തരത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ആളുകളുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, പ്രശ്നപരിഹാരങ്ങൾ തേടിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊരു പ്രശ്നപരിഹാരം പറഞ്ഞുതരാം. പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം. നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെയുള്ള ഇടങ്ങേറുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കരകയറണം, രക്ഷ കിട്ടണം. അതിപ്പോൾ സാമ്പത്തികമായി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ശാരീരികമായതായിക്കോട്ടെ, മാനസികമായതായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നമ്മൾ മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ ചോദിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ കാര്യം അള്ളാഹു സലാമത്താക്കി തരും. ആ കാര്യത്തിൽ അള്ളാഹു വലിയ സക്കീനത്ത്, സമാധാനം നൽകി അനുഗ്രഹിക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്. അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എനിക്ക് ചില കലിമത്തുകൾ പറഞ്ഞു തന്നു, ചില വാചകങ്ങൾ, ചില കലിമത്തുകൾ പറഞ്ഞു തന്നു. മഹാനായ അലിയാർ തങ്ങൾ തന്നെ പറഞ്ഞു, അഖ്ബറനി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടാണ് ഇതെനിക്ക് അറിയിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ കലിമത്തുകൾ ആർക്ക് പറഞ്ഞു കൊടുത്തത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തത് എന്ന്. അപ്പോൾ അലിയാർ തങ്ങൾക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ചില കലിമത്തുകൾ അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ അവിടുന്ന് പറയാണെന്ത്, നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ഇദാ നസല ബിഹി ഖുർബുൻ ഔ ഷിദ്ദത്തുൻ യഖൂലുഹുന്ന. ഈ ഒരു കലിമത്തുകൾ, ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എനിക്ക് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, ഷിദ്ദത്തുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കലിമത്തുകൾ പറഞ്ഞാൽ നിനക്ക് ആ കലിമത്തുകൾ പറഞ്ഞതിൻ്റെ ബറക്കത്തുകൊണ്ട് ആ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുന്നതാണ്. ഏതാണ് കലിമത്തുകൾ? നമ്മൾ ദുആഉൽ കർബ് എന്ന് നമ്മൾ പഠിച്ച്, ദുആഉൽ കർബ് നമുക്കറിയാം. എന്നാൽ ദുആഉൽ കർബ് പോലെ തന്നെ അതുപോലത്തെ ലഫ്ലുകളുള്ള ഒരു കലിമത്തുകളാണ് ഈ പറയാൻ പോകുന്നത്. കേട്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അദീം, സുബ്ഹാനല്ലാഹി വ തബാറകല്ലാഹു റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ ദുആഉൽ കർബിലുള്ള കലിമത്തുകളൊക്കെ ഇതിനകത്തുണ്ട്. ആ കൂട്ടത്തിൽ ചില വേറെ കലിമത്തുകളൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നതായി അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ഹലീമായ കരീമായ അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അദീം, അതുപോലെ തന്നെ അലിയായ, അദീമായ, മഹോന്നതനായ, ഉയർന്നവനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. സുബ്ഹാനല്ലാഹ്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വ തബാറകല്ലാഹ്, അവൻ എത്ര പരിശുദ്ധനാണ്, അല്ലാഹു എത്ര ബർക്കത്തുള്ളവനാണ്, പരിശുദ്ധനാണ്.
തബാറകല്ലാഹു റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. 7 ആകാശങ്ങളുടെയും അതുപോലെ തന്നെ അർശിൻ്റെയും മഹത്വമുള്ള അർശിൻ്റെയും റബ്ബാകുന്ന അല്ലാഹു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ഈ ഒരു ദുആഇനെ മഹാനവറുകൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ ഒരു ദുആഇനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ, കുർബാത്തുകൾ നീങ്ങി കിട്ടുന്നതാണ് എന്ന്. അള്ളാഹു നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിത്തരട്ടെ, വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ പല വിഷമങ്ങളും പറഞ്ഞു ഉസ്താദെ എന്തെങ്കിലും പരിഹാരം ചോദിക്കുമ്പോൾ മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദ്വാരക്കാൻ ഏൽപ്പിക്കുക. ഉസ്താദ് ഇത് സഹിക്കാൻ പറ്റാവുന്നതിലൊക്കെ അപ്പുറത്തേക്കാണ്, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിഷമങ്ങൾ, അത് അവരുടെ ബുദ്ധിമുട്ടിൻ്റെ തീവ്രത കൊണ്ട് പറയുന്നതാണ്. എന്നാൽ ചിന്തിക്കേണ്ടതുണ്ട്, നമുക്ക് ഈ വരുന്ന ഇടങ്ങേറുകൾ, മുസീബത്തുകളൊക്കെ തന്നെ നാളത്തെ ആഖിറം കൊള്ള നോക്കുമ്പോൾ ഈ ദുനിയാവിൽ ഒരു പ്രശ്നവുമില്ല, ദുനിയാവിൽ ഒരു ഇടങ്ങേറുമില്ല. അതൊക്കെ കുറഞ്ഞ സമയത്തെ മാത്രം ബുദ്ധിമുട്ടുകളാണ്. കുറഞ്ഞ ഈ നമ്മൾ ആഖിറം കൊള്ള നോക്കുമ്പോൾ മൈക്രോ സെക്കൻഡ് പോലും വലിപ്പമില്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എത്ര വർഷമാണെന്ന് പറഞ്ഞാലും ശരി, വർഷങ്ങളോളപ്പോൾ ഒരാൾ ദുനിയാവിൽ എന്ത് ചെയ്തു, രോഗിയായി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ രോഗിയായി ദുനിയാവിൽ വർഷങ്ങളോടെ കഠിനമായ രോഗത്തിൽപ്പെട്ട് കിടന്നു. അയാൾക്കൊരു സുഖവും അള്ളാഹു ദുനിയാവിൽ കൊടുത്തിട്ടില്ല. ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, മുസീബാത്തുകൾ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കിടക്കുന്ന ആളാണ്. അയാൾ നാളെ മഹ്ശറിൽ കൊണ്ടുവരും. മഹ്ശറിൽ കൊണ്ടുവന്നിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് ദുനിയാവിൽ എന്തായിരുന്നു അവസ്ഥയെന്ന്. അയാൾ പറയും, എന്തൊക്കെയോ പ്രയാസങ്ങൾ തന്നു, അതായിരുന്നു. അയാളിങ്ങനെ കണ്ണീർ കയങ്ങളിങ്ങനെ പറയും. എന്നിട്ടോ അയാളെ ദുനിയാവിൽ അയാളൊന്ന് പൊക്കിയിട്ട് സ്വർഗത്തിൽ ഒരു മൈക്രോ സെക്കൻഡിൻ്റെ പകുതി, അത്ര പോലും ഇല്ല, ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കിയിട്ട് ചോദിക്കും, ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. അയാൾ മറന്നുപോകും. ആ മനുഷ്യനെ പറ്റി പറയണത്, അയാൾ പറയും, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, ദുനിയാവിൽ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു എന്ന്. കാരണം അതൊക്കെ മറന്നുപോയി, തീർന്നു, അത്രേ ഉള്ളൂ ദുനിയാവിൻ്റെ അവസ്ഥ. ഇനിയോ ദുനിയാവിൽ സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ കഴിഞ്ഞ ഒരാൾ, ചോദിക്കുന്നതും ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങാൻ കഴിവുള്ള ഒരാൾ, എല്ലാ അനുഭൂതികളും ദുനിയാവിൽ അനുഭവിച്ച ഒരാൾ, അയാൾ നാളെ മഹ്ശറിൽ കൊണ്ടുവരും. അയാളോട് ചോദിക്കുന്നത്, ദുനിയാവിൽ എന്തെങ്കിലും സുഖങ്ങളുണ്ടായിരുന്നു? അയാൾ പറയും, ഇന്നതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അയാളൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് നരകത്തിൽ മുക്കി പൊക്കിയിട്ട് ചോദിക്കുന്നത്, എന്തെങ്കിലും സുഖം ദുനിയാവിൽ ഉണ്ടായിരുന്നു? അയാൾ പറയും, ഒരു സുഖവും എനിക്ക് ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല എന്ന്. നമുക്ക് അതും മറന്നുപോകും. അപ്പം അത്രയേ ഉള്ളൂ ദുനിയാവിൻ്റെ അവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്തവരാരുമില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ. നമ്മൾ വിചാരിക്കും വലിയൊരു കോടീശ്വരൻ, അയാൾക്കൊരു പ്രശ്നമില്ല എന്ന്. അയാൾക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ട്. അയാൾ ആ കോടികൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അയാൾക്കുണ്ട്. അത് നമുക്കില്ല. നമുക്ക് സാമ്പത്തികമായ അത്ര പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എത്രയോ ധനികരായ ആളുകൾ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട്, കുടുംബപരമായിട്ട് വല്ലാതെ ഇടങ്ങേറാവുന്നവർ. സമ്പത്തില്ലാത്തതിൻ്റെ പേരിലല്ല, മറിച്ച് കുടുംബപരമായിട്ട് വല്ലാതെ സീറോ ആയ ആൾക്കാരുണ്ട്, വട്ടപ്പൂജ ആൾക്കാരുണ്ട്, കുടുംബപരമായിട്ട് വല്ലാതെ താഴ്ന്നു പോയ ആൾക്കാർ. കാരണം അവർക്ക് സമാധാനമില്ല ജീവിതത്തിൽ. ചില ആളുകളുണ്ട്, അവർക്ക് സമ്പത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുടുംബം ഒക്കെ ആയിരിക്കും. അവർക്ക് വീട്ടിലേക്ക് എന്ന സ്വർഗമായിരിക്കും വീട്. സമ്പത്ത് ആവശ്യമില്ല അതിന്. അപ്പോൾ ഇതാണ് പല ആളുകളും വിചാരിക്കുന്നത് കുറേ ദുനിയാവ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് എന്തൊക്കെയോ കിട്ടിയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് സക്കീനത്ത്, സമാധാനം ഉണ്ടാകുക എന്ന, മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ അയാൾ ജീവിക്കുന്ന ചെറ്റക്കുടിലാണെങ്കിലും അയാൾക്ക് അവിടെ സ്വർഗ്ഗമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഈ ദുനിയാവിൻ്റെ കുറഞ്ഞ സമയത്തെ പ്രയാസം ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ദുആ നിങ്ങൾ കൈമുതലാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരികയും നല്ല വഴികൾ അള്ളാഹു തുറന്നു തരികയും സക്കീനത്തും സമാധാനവും അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു വെക്കുക. കാരണം ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ അവിടെ എഴുതുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തണമെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുക. അതുപോലെ അത് പറ്റുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ മറുപടി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.